ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും. സത്യത്തിൽ കേരളത്തിന്റെ ജുഡീഷ്യറിയിൽ ഒരു അപൂർവമായ വിധിയാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിനോടനുബന്ധമായ വിധി നമ്മുടെ മുൻപിലുണ്ടായത്. എല്ലാം പുറത്തിരുന്നവരൊക്കെ അകത്തായി എന്നത് ഒരു പുതുമയാണ്. പുതുമ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു റീഓപ്പണിംഗ് നടത്തിയത് എന്ന് ഓർമ്മ വേണം. പക്ഷെ ഇനിയും ഇതിന് അവസാനത്തെ സാങ്ഷൻ കൊടുത്ത, അവസാനത്തെ അനുമതി കൊടുത്ത നേതാക്കന്മാർ ഉണ്ട് ഈ പാർട്ടിക്കകത്ത്. ആ നേതാക്കന്മാരെ കണ്ടെത്തണം. ശരിക്കും അവരാണ് യഥാർത്ഥ കൊലയാളികൾ. അവരെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ആഴത്തിലും പരപ്പിലും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നത് വരെ ഞങ്ങളും പോരാടും. ഞങ്ങൾ പിറകെയുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. TP കൊലക്കേസിൽ CPM-ന് പങ്കില്ലെന്ന് പറഞ്ഞ് സ്വയം വെള്ളം പൂശാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതി നൽകിയ ഈ പ്രഹരത്തിന് 51 വെട്ടിന്റെ അപ്പുറത്തുള്ള കാഠിന്യം തന്നെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 51 വെട്ടിനേക്കാൾ വലുതാണ് ഇപ്പോ ഈ വിധിയുണ്ടാക്കുന്ന പ്രഹരവും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. CPM ഒരു കൊലയാളി പാർട്ടിയാണെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ണൂർ നേതാക്കൾ രക്തദാഹികളാണെന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. CPM നേതാക്കളെ ശിക്ഷിച്ചതോടെ പാർട്ടിക്ക് ഈ കൊലപാതകവുമായുള്ള ബന്ധം കോടതി ശരിവെച്ചിരിക്കുന്നു. കൊലയാളികൾക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന തുടർച്ചയായ പരോൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ കൊണ്ടാണെന്ന് കോടതിക്ക് ബോധ്യമായി. കൊടിസുനിയെ പോലുള്ള തടവുകാർ ഒരു വർഷത്തിൽ 300 ദിവസം ആ ജയിലിൽ കിടക്കാറില്ല. അതിലും കുറഞ്ഞ ദിവസമേ കിടക്കാറുള്ളൂ. അത് മാത്രമല്ല, കൊടിസുനിയെ പോലുള്ള ആളുകൾ എത്തിയ ജയിലിൽ അവരാണ് സൂപ്രണ്ട്, അവരാണ് ജയിൽ ഭരിക്കുന്നത്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് വാലാട്ടി നിൽക്കുന്ന നട്ടലില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാ. കണ്ണൂർ ജില്ലയിൽ ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും ഇതുപോലെ പരാതി വന്നപ്പോ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ അടക്കി ഭരിക്കുന്നത് കൊടിസുനി പോലുള്ള ഈ കേസിലെ കുറ്റവാളികളാണ് എന്നതാണ് സത്യം. TP ചന്ദ്രശേഖരനെ കൊന്നവരുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതികൾക്ക് ജയിലിൽ സുഖജീവിതമായിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് കോടതി ഇരട്ട ജീവപര്യന്തത്തോടൊപ്പം പ്രതികൾക്ക് അടുത്ത 20 വർഷത്തേക്ക് പരോൾ നകരുതെന്ന് പറഞ്ഞത്. കോടതി എത്ര ഉചിതമായിട്ടാ അതിൽ പെരുമാറിയത്. എത്ര ബഹുമാനിച്ചാലും എത്ര പുകഴ്ത്തിയാലും അത് അധികമാവരുത് തോന്നുകയാണ്. കാരണം കോടതിയിൽ ഇതെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ജയിലിൽ പരോളാണ് ഉള്ള ദിവസം 360 ദിവസം ഉണ്ടെങ്കിൽ 355 ദിവസവും പരോളിലാണ്. ആ പരോൾ കൊടുക്കാൻ പാടില്ല എന്നുകൂടി അത് മനസ്സിലാക്കിയിട്ട്